നമസ്കാരം. മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ച വളരെ സജീവമായി നടക്കുമ്പോൾ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം LDF പ്രതിപക്ഷത്ത് വന്നാൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. എന്തായാലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പിണറായി വിജയൻ രാജിവെക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത്. അതാണ് അദ്ദേഹം ഈ മൗനം പാലിക്കുന്നത്. മന്ത്രിസഭ അധികാരമേക്കുന്ന നിയമസഭയിൽ എല്ലാവരും വരേണ്ട തലേ ദിവസം പിണറായി വിജയൻ രാജിവെക്കാൻ എല്ലാ സാധ്യതയും കാണുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവാകാൻ ഇപ്പോൾ കഴിയുന്നത് രാജീവ് തോറ്റുപോയി, രാജേഷ് തോറ്റുപോയി, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തോറ്റുപോയി. അതുകൊണ്ട് തന്നെ 2-3 നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ജയിച്ചിട്ടുണ്ട്. ഒന്ന് KN ബാലഗോപാൽ. ഹിന്ദു സമൂഹത്തെയാണ്, ഹിന്ദു സമാജത്തെയാണ്, അല്ലെ ഹിന്ദുക്കളെയാണ് കൂടെ നിർത്തണം എന്ന് വിചാരിച്ച് പിണറായി വിജയനും CPM വിചാരിച്ചാൽ KN ബാലഗോപാലായിരിക്കും പ്രതിപക്ഷ നേതാവ്. അല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഇനി നമുക്ക് മേൽക്കൈ ഉണ്ടാക്കേണ്ടത്. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഒരു നേതാവിനെ ക്രിസ്ത്യാനിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് പോകാം എന്നുള്ളൊരു പരിപാടിയാണെങ്കിൽ സജി ചെറിയാനാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അല്ല, മുസ്ലിം ന്യൂനപക്ഷത്തെ പിടിക്കലാണ് നമ്മുടെ പരിപാടി എന്ന് CPM തീരുമാനിച്ചാൽ മുഹമ്മദ് റിയാസ് വളരെ കൃത്യമായി ജാതി മത സമവാക്യം വെച്ച് 3 പേര് ജയിച്ചിട്ടുണ്ട്. 3 പേരും മന്ത്രിമാരായിരുന്നു പഴയ. അതുകൊണ്ട് 3 പേർക്കും അതിനകത്ത് വലിയ സാധ്യതയുണ്ട്. 3 പേരും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KN ബാലഗോപാലാകട്ടെ, സാംസ്കാരിക സിനിമ വകുപ്പുകളെല്ലാം കൂടി ചേർന്ന് കൈകാര്യം ചെയ്തിരുന്ന സജി ചെറിയാനാകട്ടെ, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസ് ആകട്ടെ, 3 പേരും നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ഒരാൾ കൊട്ടാരക്കരയിൽ കൊല്ലം ജില്ല, ഒരാൾ സജി ചെറിയാൻ ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ ജയിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി ജയിച്ചിട്ടുള്ളത് നമ്മുടെ മുഹമ്മദ് റിയാസാണ്. PV അൻവറിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ എന്തായാലും വലിയ സാധ്യതകളാണ് കാണുന്നത്. വലിയ സാധ്യതയാണ് ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പ്രതിപക്ഷ നേതാവായിട്ട് വരിക. 35 സീറ്റ് മാത്രമേ ഉള്ളൂ. അതിലൊരു 8 സീറ്റോ മറ്റോ പിന്നെ 8 സീറ്റോ മറ്റോ ആണ് CPIക്കുള്ളത്. പിന്നെ 8-6 സീറ്റാണ് CPIക്കുള്ളത്. 1 സീറ്റ് കൂത്തുപറമ്പിൽ ജനതാദളിനുണ്ട്. ബാക്കി 20-26 സീറ്റാണ് ആർക്കുള്ളത്? CPMനുള്ളത്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 40 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിനേക്കാൾ UDFിനേക്കാൾ താഴെ 35 സീറ്റിലേക്ക് പോയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർലമെൻ്ററി പാർട്ടി ലീഡറായി വേറൊരു പാർട്ടി കൂടെ ഉണ്ട് എന്നുള്ളതാണ്. BJP കൂടെ ഉണ്ട്. അതിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി രാജീവ് ചന്ദ്രശേഖറും ഇപ്രാവശ്യം നിയമസഭയിലുണ്ട്. അതുപോലെ മുരളീധരനുണ്ട്, ഗോപകുമാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 പ്രതിപക്ഷമാണ് ഇനിയിപ്പോൾ കേരളത്തിൽ. ഒന്ന് CPM നേതൃത്വത്തിലുള്ള ഒരു ഇടതുപക്ഷ പ്രതിപക്ഷം, BJPയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു പ്രതിപക്ഷം ഉണ്ടായിരിക്കും, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും പ്രതിപക്ഷ നേതാവ് അടുത്തത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ KN ബാലഗോപാൽ ധനമന്ത്രിയാകുമോ, അതോ പിന്നെ സജി ചെറിയാൻ, ചെങ്ങന്നൂരിൽ നിന്നുള്ള സജി ചെറിയാനാകുമോ, അതോ ബേപ്പൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള ബേപ്പൂർ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആകുമോ? ഇവർ 3 പേർക്കാണ് വലിയ സാധ്യതയുള്ളത്. എന്തായാലും CPIക്കൊക്കെ കൊടുക്കാനൊരു സാധ്യതയില്ല. CPIയുടെ GR അനിൽ, അതുപോലെ തന്നെ രാജൻ, പിന്നെ ചേർത്തലയിൽ 3 മന്ത്രിമാർ, 4 മന്ത്രിമാരിൽ 3 പേരും ജയിച്ചു. പ്രസാദും ജയിച്ചു. 3 മന്ത്രിമാരും ജയിച്ചു. ചിഞ്ചുറാണി മാത്രമാണ് ചടയമംഗലത്ത് തോറ്റുപോയത്. നസീറാണ് ജയിച്ചത്. MM നസീറാണ് ജയിച്ചത്. നസീറാണ് ജയിച്ചത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ CPI ജയിക്കുകയുണ്ടായി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കൃത്യമായി CPMനായിരിക്കും പ്രതിപക്ഷ നേതാവ്. CPM പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? അത് ഇനി വളരെ വേറെ ആർക്കെങ്കിലും ചെറുപ്പക്കാർക്ക് അരുൺകുമാർ പോലുള്ള അതിനുള്ള സാധ്യതയില്ല. ഇപ്പോൾ സ്വരാജ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വരാജിന് കൊടുത്തേനെ. സ്വരാജ് ഇല്ലാത്ത സാഹചര്യത്തിൽ സീനിയറായിട്ടുള്ള TP രാമകൃഷ്ണൻ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും TP രാമകൃഷ്ണനായേനെ. ഇപ്പോൾ TP രാമകൃഷ്ണൻ തോറ്റുപോയി. അതുകൊണ്ട് വാസവൻ ജയിച്ചിരുന്നെങ്കിൽ വാസവനാകുമായിരുന്നു. ശിവൻകുട്ടി അണ്ണൻ ജയിച്ചിരുന്നെങ്കിൽ ശിവൻകുട്ടി അണ്ണനാകുമായിരുന്നു. പക്ഷേ അവരെല്ലാം തോറ്റുപോയതുകൊണ്ട് തന്നെ KK ശൈലജ ടീച്ചർ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ പ്രതിപക്ഷ നേതാവാകുമായിരുന്നു. പക്ഷേ ആ പരീക്ഷണങ്ങൾക്കൊന്നും ഇനിയൊരു സ്കോപ്പില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവായിട്ട് ഈ മന്ത്രിസഭയ്ക്ക് UDF മന്ത്രിസഭയ്ക്കെതിരായി വരുന്ന പ്രതിപക്ഷ നേതാവ് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടാൻ എന്തായാലും സജി ചെറിയാൻ ഉയർത്തിക്കാട്ടി LDFന് ജയിക്കാൻ കഴിയില്ല. ബാലഗോപാലിന് ഉയർത്തിക്കാട്ടി ജയിക്കാൻ കഴിയില്ല. മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടി ജയിക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ആരെയാണ് മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാക്കി പിന്നെ മുഖ്യമന്ത്രിയാക്കാൻ ഉയർത്തിക്കാട്ടാവുന്നൊരു തലയെടുപ്പുള്ള നേതാവില്ല എന്നുള്ളതാണ് CPM ഇന്ന് നേരിടുന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി. CPMന് അങ്ങനെ ഇപ്പോൾ തോമസ് ഐസക്കിനെ, MA ബേബിയെ പോലെ, തോമസ് ഐസക്കിനെ പോലെ, അല്ലെങ്കിൽ സുധാകരനെ പോലെ, അല്ലെങ്കിൽ ME ഗോവിന്ദൻ മാസ്റ്ററെ പോലെ, അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരു തലയെടുപ്പുള്ള നേതാവ്
ജയിച്ചിട്ടില്ല. ആകപ്പാടെ വന്നിട്ടുള്ളത് ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴാണ് അബദ്ധ ജടിലമായ വാചകങ്ങൾ വിളിച്ചു പറയുന്നത് അറിഞ്ഞുകൂടാത്ത സജി ചെറിയാനും താരതമ്യേന വളരെ ജൂനിയറായിട്ടുള്ള മുഹമ്മദ് റിയാസും എന്നാൽ അല്പം ഭേദപ്പെട്ടിട്ടുള്ള KN ബാലഗോപാലുമാണ്. ബാലഗോപാലിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കുമോ ഇനി കേരള രാഷ്ട്രീയം പോകുന്നത്. പക്ഷേ അതുകൊണ്ട് കിളിച്ചു പിടിക്കത്തില്ല. കണ്ണൂർക്കാരത് അനുവദിക്കത്തില്ല. അപ്പോൾ കണ്ണൂർ ലോബിയാണ് ഇതിനകത്ത് കളിക്കുന്നതെങ്കിൽ കണ്ണൂരിലുള്ള ആരെങ്കിലും ഇനി ആകുമോ? അവിടെ നിന്ന് പലരും ജയിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ പ്രഭാരം ജയിച്ചിട്ടുണ്ട്, കണ്ണൂരിൽ നിന്നും പലരും ജയിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും കാരായ രാജനൊക്കെ ജയിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തലശ്ശേരിയിൽ നിന്ന്. പക്ഷേ ആരെങ്കിലും പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ പിന്നെ ആര് എന്നുള്ളതാണ്. ഈ ഞാൻ പറഞ്ഞ 3 പേരാണ് ഏറ്റവും പ്രമുഖരായി CPM-ൽ ജയിച്ചിട്ടുള്ളവർ. ബാക്കിയെല്ലാം വളരെ ജൂനിയേഴ്സാണ് ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 പേരിൽ ആരാകും എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 3 പേരെ സംബന്ധിച്ചിടത്തോളം 3 സമുദായം അല്ലെങ്കിൽ 3 മതത്തിൻ്റെ പിൻബലമുണ്ട്. അപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും ആകണം എന്ന് CPM തീരുമാനിച്ചാൽ ബാലഗോപാലും, ക്രിസ്തീയ മതത്തിൽ നിന്നാകട്ടെ എന്ന് വിചാരിച്ചാൽ സജി ചെറിയാനും, ഇനി മുസ്ലിം മതത്തിൽ നിന്നാകട്ടെ എന്ന് വിചാരിച്ചാൽ മുഹമ്മദ് റിയാസും കൃത്യമായി ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഏത് വേണമെന്ന് CPM തീരുമാനിക്കും. അപ്പോൾ CPM തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തീരുമാനിക്കും.